ഇറാന് നേരെ ആക്രമണം ശക്തമാവുകയാണെങ്കിൽ ഹൂത്തികൾ രംഗത്തിറങ്ങുമെന്നും അതിനുള്ള പ്രാക്ടിക്കൽ അവർ നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. വളരെ പ്രാധാന്യമുള്ള 2 റിപ്പോർട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന്, ഇസ്രായേലിന് അമേരിക്ക ചില താക്കീതുകൾ നൽകിയിരിക്കുന്നു, അതായത് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നിങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് തങ്ങൾ അറിയാത്ത രീതിയിൽ ആക്രമിക്കരുത് എന്നാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് ഇറാൻ ആക്രമിക്കേണ്ട മേഖലയും പ്രതലവും ഉണ്ട്. അത് വിട്ട് ആക്രമിക്കുന്ന സമയത്ത് അത് തിരിച്ചടി ഉണ്ടാവും, റബ്ബർ പന്ത് എറിഞ്ഞ പോലെ ഉണ്ടാവും. അതാണിപ്പോൾ എണ്ണപ്പാടം ആക്രമിച്ചു ഇറാൻ്റെത്. തിരിച്ചടി അറേബ്യൻ മേഖലയിൽ മുഴുവൻ ഉണ്ടായി. 8 രാജ്യത്ത് ഇറാൻ ആക്രമിച്ചു. അപ്പോൾ ഇറാൻ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ കിട്ടാൻ വേണ്ടി കളിക്കുകയാണ്. അവർ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അവരുടെ പിന്നിൽ ആളുണ്ട് എന്ന് അമേരിക്കക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് ചുരുക്കം. അതല്ലാത്ത രീതിയിൽ ഒരിക്കൽ പോലും ഇറാനെ പോലെയുള്ള ഒരു 3ാം ലോക രാജ്യം അമേരിക്കയെ പോലെയുള്ള ഏറ്റവും ശക്തരായിരിക്കുന്ന ഒരു രാജ്യത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് യുദ്ധം ചെയ്യില്ല എന്നുള്ള ഉറപ്പാണ്. ഇറാനുണ്ട്, റഷ്യയുണ്ട്, ചൈനയുണ്ട്, തുർക്കിയുണ്ട്. ഇതെല്ലാം ആയുധ സംഭരണ മേഖലയുള്ളതും അങ്ങനത്തെ പർവ്വതം ഉണ്ടാക്കാൻ മാത്രം ശക്തിയുള്ളവരുമാണ്. ഒരു രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത്, അല്ലെ ശക്തി എന്ന് പറയുന്നത്, ആ രാജ്യത്തിൻ്റെ പ്രതിരോധമാണ്, ആ രാജ്യത്തിൻ്റെ സൈനിക ബലമാണ്, അവരുടെ ആയുധശേഷിയാണ്. അതിനുശേഷം മാത്രമേ എന്തൊരു പുരോഗതി ഉണ്ടായിട്ടും കാര്യമുള്ളൂ. ഇപ്പോൾ യുദ്ധം തുടങ്ങിയ സമയത്ത് നമുക്ക് ഇറാഖും കുവൈത്തും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കറൻസിക്ക് മൂല്യമുള്ളത് കുവൈത്തിൻ്റെതാണ്. നമ്മുടെ ഒരു കുവൈത്ത് ദിനാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പൈസ നോക്കുന്ന സമയത്ത് 240, 250 മുതൽ ഏകദേശം 300 രൂപ, 310 രൂപയൊക്കെ ആയിരുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. അത്രയും വലിയ കറൻസിയാണ് കുവൈറ്റിൻ്റെത്. ഡോളറിൻ്റെ വിനിമയം നോക്കുന്ന സമയത്ത് 95, 94 ആ റേഞ്ച്, 100ൻ്റെ താഴെയാണ്. അവിടെ ആകുന്ന സമയത്തോ കുവൈറ്റിൻ്റെ കറൻസി ആകുന്ന സമയത്തോ 200 മുതൽ 300 വരെയാണ്. അത്രക്കാണ് അത് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മൂല്യമുള്ളത് കുവൈറ്റിൻ്റെ കറൻസിക്കാണ്. പക്ഷേ ഇറാഖും കുവൈത്തും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് ഈ കറൻസിക്ക് ഒരു വിലയില്ലായിരുന്നു. കുവൈത്തിൻ്റെ കറൻസി എടുക്കാതെയായി. പിന്നീട് അവിടെ വിനിമയം നടത്തിയത് ഖത്തറിൻ്റെ റിയാല്, ഖത്തറിൻ്റെ അല്ല, ഇറാഖിൻ്റെ റിയാല്, സൗദി അറേബ്യൻ്റെ റിയാല്, ഡോളർ. അതായിരുന്നു ആ യുദ്ധ സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്നത്. രാജ്യം വീണാൽ പിന്നെ കറൻസി ഇല്ല, അതിന് മൂല്യമില്ല. അതാണ്. അപ്പോൾ ലോകം മുഴുവൻ അമേരിക്കയുടെ ഡോളറിൽ പണം നിക്ഷേപിക്കാനുള്ള, അല്ലെങ്കിൽ ആ ഡോളറിൽ നിക്ഷേപം നടത്താനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം, ആ ഡോളറിനെ പ്രതിദാനം ചെയ്യുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യം സൈനികപരമായ രീതിയിൽ ശക്തിയുള്ള വലിയ പ്രതലമുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൽ വിനിമയം നടത്തുന്നത്. അതാണ് അതിൻ്റെ ചുരുക്കം. മൂല്യം നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മൂല്യം ഇങ്ങോട്ടാണ് വരുന്നത്, കുവൈറ്റ്. പിന്നെ കുവൈത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒമാനാണ്. ഒമാന്, പിന്നെ സൗദി അറേബ്യ പോലെയുള്ള മറ്റുള്ള രാജ്യങ്ങളൊക്കെ ആയിരിക്കും പല ഘട്ടങ്ങളിൽ വരാറില്ല. ഇപ്പോഴല്ല, പല ഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ വരാറുണ്ട്, മാറി മാറി വരാറുണ്ട്. അതിലൊന്നും നിക്ഷേപങ്ങൾ നടത്തുന്നില്ല എന്ന് ചുരുക്കം. അതിൻ്റെ കാര്യം ഇതാണ്, രാജ്യത്തിന് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് ഇങ്ങനെയാണ് അതിൻ്റെ ഈ റൂട്ടുകൾ പോകുന്നത്. ഇറാൻ അങ്ങനെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുള്ള രാജ്യമാണ്. 5 വീറ്റോ പവറുള്ള രാജ്യമാണ് ലോകത്തുള്ളത്. ഈ 5 വീറ്റോ പവറുള്ള രാജ്യത്തിന് അങ്ങനെ ഒരു വീറ്റോ പവർ ഉണ്ടാവാനുള്ള കാരണം എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യം അവരായതുകൊണ്ടാണ്. അമേരിക്ക കഴിഞ്ഞാൽ ചൈന ഉണ്ട്, റഷ്യ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്. ഈ അങ്ങനത്തെ 4-5 രാജ്യങ്ങളാണ് അതിലുള്ളത്. ഈ രാജ്യങ്ങളൊക്കെ 2ാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ്. 2ാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത് വിജയിച്ച രാജ്യമാണ്, തോറ്റ രാജ്യമല്ല. ജർമ്മനിയാണ് തോറ്റ്, ജപ്പാനാണ് തോറ്റ്, അവർക്ക് വീറ്റോ പവറും ഇല്ല. ഇറ്റലി തോറ്റ്, അതിലൊന്നും വീറ്റോ പവറില്ല. വിജയിച്ച രാജ്യങ്ങൾ, അത്രയും രാജ്യങ്ങൾ ഏതിലുണ്ട്? ഈ വീറ്റോ പവറിലുണ്ട്. അവരെയാണ് നിയന്ത്രിക്കുന്നത്. അവർ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നു. UN സഭയിലൊക്കെ എന്തെങ്കിലും പ്രമേയമൊക്കെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് വീറ്റോ പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത്രയും പ്രമേയം 100, 150, 200 രാജ്യക്കാർ ഒരുമിച്ച് ഒരു നിലപാടെടുക്കുകയും തീരുമാനം എടുക്കുകയും ചെയ്യുന്നതിന് ഒരർത്ഥമില്ല. ഒരൊറ്റ വീറ്റോ പവറിൽ അതെല്ലാം ഇല്ലാതാവും. ഇവിടെ ഇപ്പം തന്നെ 35 പ്രാവശ്യമെങ്കിലും ഇസ്രായേലിനെതിരെ UN സഭ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം എല്ലാം അമേരിക്ക വീറ്റോ പവർ ചെയ്ത് പരാജയപ്പെടുത്തി. പിന്നീട് ഈ അടുത്ത കാലത്ത് തന്നെ പാലസ്തീന് വേണ്ടിയിട്ട് 165 രാജ്യങ്ങൾ പ്രമേയം പാസ്സാക്കി. അത് വീറ്റോ പവർ ചെയ്തിട്ടില്ലെങ്കിലും അത് അംഗീകാരമില്ലാത്ത രീതിയിലുള്ള പരിപാടികൾ ഒപ്പിച്ചു, അതായത് പിന്തുണ നൽകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ഈ ഓരോരോ നിലപാടുകളൊക്കെ പല ഘട്ടങ്ങളിലും അമേരിക്ക വീറ്റോ പവർ ചെയ്യുന്ന, അമേരിക്ക പരാജയപ്പെടുത്തുന്ന ഈ പവർ ഉപയോഗിച്ചുകൊണ്ടാണ്. പറയുന്ന കാര്യം, സൈനികപരമായ ശേഷിപ്പ്, ശക്തി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ശേഖരിക്കുന്ന കാര്യത്തിലും അതുണ്ടാക്കുന്ന കാര്യത്തിലും ഇറാൻ ഒരുപടി മുമ്പിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിൽ ഇസ്രായേലും അമേരിക്കയും പരാജയപ്പെട്ടതാണ് ഇപ്പോഴത്തെ വിഷയം. അതുകൊണ്ടാണ് എത്ര ദിവസമായി യുദ്ധം ചെയ്തിട്ട് എത്ര ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തി 3ാം ലോക തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് അമേരിക്ക വന്നത്. വളരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ സാധിച്ചു. ഒരു 6 മണി മുതൽ 12 മണിക്കൂറിനിടയിൽ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയ രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക എന്ന് പറയുന്നത്.
വെനിസ്വേല പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകാൻ ആകെ അവരെടുത്തത് 12 മണിക്കൂർ എന്ന് പറയുന്നുണ്ടെങ്കിലും വളരെ കൃത്യമായ രീതിയിൽ എടുത്ത് 6 മണിക്കൂറാണ്. 100ഓളം വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ വെനിസ്വേലയുടെ ആകാശത്തു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ പറന്ന് നടക്കുന്ന സമയത്ത് അവർക്ക് ഇത് കൺഫ്യൂഷനായി പോയി എന്നുള്ളത്. ഇത് എന്താ സംഭവം, ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ മനസ്സിലാക്കാൻ വേണ്ടി പറ്റാതെ പോകുന്നു. അപ്പോൾ അവരുടെ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും അത് ഡിസ്പ്ലേ കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്നുള്ളത്, എന്തോ അപാകതകൾ കമ്പ്യൂട്ടറിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരെ ഈ രാജ്യത്തിൻ്റെ അകത്തേക്ക് ഒരു വിമാനം കയറുന്ന സമയത്ത് വളരെ കൃത്യതയോട് കൂടിയിട്ട് അറിയാനോ ഏത് രാജ്യത്തിന് സാധിക്കും? അതിന് സംവിധാന കാര്യങ്ങളൊക്കെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ അതെല്ലാം പരാജയപ്പെട്ടു പോയിരിക്കുന്നു. പിന്നീട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സൈനികർ കൊട്ടാരത്തിൻ്റെ മുറ്റത്തെത്തുന്നു, അമേരിക്കയുടെ സൈനികർ. പിന്നെ ഈ വെനിസ്വേലയുടെ പ്രസിഡന്റിനെ പിടിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, കണ്ണ് പൂട്ടിക്കെട്ടുന്നു, പിന്നെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ മാറി. ഈ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ മറ്റൊരു രാജ്യം അതിക്രമിച്ച് കയറി പിടിച്ചു പോയത് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ്. ഈ തരത്തിൽ ഇനി മുമ്പ് 1-2 സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ തരത്തിൽ വളരെ എളുപ്പത്തിൽ സാധിച്ച ആദ്യമായിട്ടാണ്. ഒരു വെടിവെപ്പ് പോലും നടന്നിട്ടില്ല, ഒരാൾ പോലും ഏറ്റുമുട്ടൽ നടന്നിട്ടില്ല, ഏതെങ്കിലും അമേരിക്കൻ സൈനികരോ അല്ലെങ്കിൽ അവിടുത്തെ സൈനികരോ കൊല്ലപ്പെട്ട വിവരമില്ല. ഒരുപാട് വിഷയങ്ങളൊക്കെ അതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് മറ്റൊരു തലം. അതിനോടനുബന്ധിച്ച് അമേരിക്ക വലിയ രീതിയിൽ ആവേശം ഉന്മേഷം കിട്ടി. 2ാം ഘട്ടം നമുക്ക് ഇറാനെ ചാമ്പാം, അത് വളരെ എളുപ്പത്തിൽ ചാമ്പാം. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഇസ്രായേലിനോട് ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞു. ഇസ്രായേൽ ആക്രമിക്കുന്നു. ആക്രമിച്ച സമയത്തോ ആദ്യം തന്നെ ഫസ്റ്റത്തെ ദിവസം തന്നെ അവിടുത്തെ ആത്മീയ നേതാവ് കൊല്ലപ്പെട്ടതോടുകൂടി അവർക്ക് ക്ലിയറായി നമുക്ക് ഇത് വളരെ സിമ്പിളായ രീതിയിലാണ്. പിന്നീട് അവിടെ മുമ്പ് ഭരണം നടത്തിയിരുന്ന ഇസ്ലാമിക വിപ്ലവം വരുന്നതിന് മുമ്പ് ഭരണം നടത്തിയിരുന്ന ആളോട് പെട്ടെന്ന് തയ്യാറാവാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ ഇറാൻ്റെ ഭരണത്തിലേറണം, അതിന് സംവിധാന കാര്യങ്ങൾ ചെയ്യണം. മൂപ്പരാണെങ്കിൽ അപ്പം തന്നെ ഉടുത്ത തുണി കുപ്പായിട്ട് കഴിഞ്ഞിട്ട് ഭരണത്തിലേറാൻ തയ്യാറുമാണ്. ആ രീതിയിലേക്ക് പഹ്ലവി ഭരണകൂടത്തിൻ്റെ സാമ്രാജ്യം പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിലോ എക്സ് ഈ പ്ലാറ്റ്ഫോമിലൊക്കെ ഇയാൾ കുറേ മെസ്സേജും കാര്യങ്ങളും ഇട്ടിരുന്നു. ഇറാനികളെ ഞങ്ങൾ വരുന്നു നിങ്ങളെ രക്ഷിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഇയാളുടെ ജീവനോടെ ഉണ്ടോയെന്ന് പോലും അറിയില്ല. അതാണ് സ്ഥിതി. അപ്പോൾ ഇറാൻ്റെ പ്രഹരശേഷി പിന്നീട് തുടങ്ങി. അത് സഹിക്കുന്നതിനപ്പുറമായിരുന്നു, പ്രതിരോധിക്കുന്നതിനപ്പുറം. പ്രതിരോധ സംവിധാനം തന്നെ തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇറാനിലേക്ക് ഒരു മിസൈൽ അയക്കുക എന്ന് പറയുന്ന സമയത്ത് അവിടെ എത്താൻ വലിയ പണിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇറാൻ ഉള്ളത് എവിടെയാണ്? 2000 കിലോമീറ്റർ ദൂരമാണ്. ഇറാൻ കഴിയണം, ഇറാഖ് കഴിയണം, സിറിയ കഴിയണം, ജോർദാൻ കഴിയണം, ഈജിപ്തിലെത്തണമെങ്കിൽ, ഇസ്രായേൽ എത്തണമെങ്കിൽ 4 രാജ്യം കഴിയണം. ഈ രാജ്യങ്ങളൊക്കെ, ഈ പറയപ്പെട്ട രാജ്യങ്ങളെല്ലാം അമേരിക്കയുമായിട്ട് ബന്ധമുള്ള രാജ്യമാണ്. ജോർദാൻ അങ്ങനെയാണ്, സിറിയ അങ്ങനെയാണ്, ഇറാഖ് അങ്ങനെയാണ്. ഈ 3 രാജ്യങ്ങളും ഈ പ്രതിരോധ സംവിധാനമുണ്ട്. അതിനെ മറികടന്ന് വേണം എവിടെ എത്തണമെങ്കിൽ? ഇസ്രായേൽ എത്തണമെങ്കിൽ. അതിനെ മറികടന്ന് ഇസ്രായേൽ എത്തിക്കാനായിട്ട് അത് തകർത്തെറിയുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ്. അപ്പോൾ സൈനികപരമായിട്ട് ബലവും ശക്തിയും ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ അമേരിക്ക പരാജയപ്പെട്ടു. അപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങൾ അവരെ ആക്രമിക്കുന്ന സമയത്ത് അവർ ഇരുതല മൂർച്ചയുള്ള പാമ്പിനെ പോലെ കൊത്തുന്നുണ്ട്. അത് തടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുകൊണ്ട് മേലാൽ അത്ര ആക്രമണം നടത്തരുത് മുന്നറിയിപ്പാണ് ഇസ്രായേലിന് കൊടുത്തത്. അവരുടെ എണ്ണപ്പാട് ആക്രമിക്കുന്ന സമയത്ത് ഞങ്ങൾ അറിയാത്ത രീതിയിൽ ആക്രമിക്കാൻ പാടില്ല. ആക്രമിച്ചാൽ അതിൻ്റെ പ്രതിഫലം ഭയങ്കരമായിരിക്കും. അമേരിക്ക പറയുന്ന സമയത്ത് ഇസ്രായേൽ മിണ്ടാതിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഈ പ്രതലത്തിൽ നിന്ന്, അവർ പറയുന്ന ഭൂപടത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ ആകെ 2 മണിക്കൂർ മതി. ഇറാൻ എടുക്കേണ്ട സമയത്താണ് 2 മണിക്കൂറാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ നീക്കം ചെയ്യാൻ ആകെ വേണ്ട സമയം. അമേരിക്ക ഇല്ലെങ്കിൽ, അമേരിക്ക ഉണ്ടായിട്ട് പോലും ഇപ്പോഴത്തെ അവരുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വലിയ പ്രയാസത്തിലാണ്. പ്രധാനമന്ത്രി പോലും കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമാണോ? ലോകത്തിലെ ഏറ്റവും വലിയ കുരുട്ട് രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരുടെ രഹസ്യ വിഭാഗമാണ് മൊസാദ് എന്ന് പറയുന്നത്. ലോകത്തെ എല്ലാ ഭാഗങ്ങളിലും അതുണ്ട് എന്നുള്ളതാണ്. പല രാജ്യങ്ങളിലെ ഭരണാധികാരികളെയും രഹസ്യമായിരിക്കുന്ന ഈ വീഡിയോ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്ത് രഹസ്യ പരിപാടിയോ വെച്ച് കഴിഞ്ഞിട്ട് അവർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് സ്വാഭാവികമാണ്. എപ്സ്റ്റൈൻ്റെ ഫയലുകൾ ആ പറയപ്പെടുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ പല രാജ്യങ്ങളെയും എപ്സ്റ്റൈൻ എന്ന് പറയുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ മൊസാദ് ഉണ്ടാക്കിയതാണ്. അങ്ങനത്തെ വികൃതമാക്കപ്പെട്ട എന്തൊരു പ്രവൃത്തി ഉണ്ടെങ്കിൽ അതിന് പിന്നാമ്പുറം പ്രവർത്തിച്ച് ഇസ്രായേൽ ആയിരിക്കും എന്ന കാര്യം സംശയമില്ല. അപ്പോൾ എപ്സ്റ്റൈൻ്റെ ഫയലാണെങ്കിലും മൊസാദിൻ്റെ നേരിട്ട് ഇടപെടലാണെങ്കിലും ഇതൊക്കെ ഇതിലും ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. എന്നാൽ ഇതിനെയൊക്കെ കാഴ്ചവെട്ടുന്നതാണ് ഇറാൻ്റെ പ്രതികാരശേഷി അല്ലെങ്കിൽ പ്രതികരണം എന്നുള്ളത് ഇപ്പോൾ ലോകത്തിന് ബോധ്യമായിരിക്കുന്നു. അപ്പോൾ അവർ എണ്ണപ്പാട് ആക്രമിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനില്ലെങ്കിൽ ലോകം കുടിക്കേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ്റെ മുദ്രാവാക്യം. ഞങ്ങൾക്ക് പെട്രോളിയം കിട്ടുന്നില്ലെങ്കിൽ ലോകത്തിന് പെട്രോളിയം വേണ്ട, എല്ലാവർക്കും സംയുക്തമായ രീതിയിൽ പോവുകയാണെങ്കിൽ മതി. അപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചു, ഇറാൻ്റെ എണ്ണപ്പാടിന് നേരെ ആക്രമിച്ചു, തീപിടുത്തമുണ്ടായി, വലിയ നാശങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടായി. തിരിച്ച് 8 രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു.
വിശ്രമമില്ലാത്ത രീതിയിലുള്ള ആക്രമണം, ഓവർ ടൈം എടുത്തുകൊണ്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ? അങ്ങനെ അവസാനം ബെംഗൂരിയൻ എയർപോർട്ട്, ഈ ഇസ്രായേലിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര എയർപോർട്ടാണ് ബെംഗൂരിയൻ എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ ക്യാബിനറ്റ് മന്ത്രിമാരും പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരടക്കം മറ്റു ലോക രാജ്യത്തിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന എയർപോർട്ടാണ് ബെംഗൂരിയൻ എയർപോർട്ട്. ഈ എയർപോർട്ടിനെ ആക്രമിച്ചുകൊണ്ട് 3 വിമാനം കത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. അവർ കേടുപാട് പറ്റിയെന്നൊക്കെ പറയും. സ്ക്രൂ വീണ് ഒരു മിസൈൽ, ഹൈപ്പർസോണിക് മിസൈലൊക്കെ എയർപോർട്ടിൻ്റെ അകത്ത് വീണ് പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും ഒരു വിമാനം അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു സ്ക്രൂ ചെറിയ രീതിയിൽ ലൂസായി പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ റിപ്പോർട്ട് വരും. അപ്പോൾ ഇതെല്ലാം ഘട്ടഘട്ടമായ രീതിയിൽ റഷ്യയുടെ സാറ്റലൈറ്റ് ചിത്രം പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾക്കകം ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി സാധിക്കും. നമ്മൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇസ്രായേലിന് അമേരിക്ക കൃത്യമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഏത് തരത്തിൽ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങളില്ലാതെ ഒറ്റയ്ക്ക് ആക്രമിക്കാൻ വേണ്ടി പാടില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ലോകത്തിന് മുൻപ് നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. വിജയിക്കാത്ത ഒരു യുദ്ധത്തിൻ്റെ മുൻപിലാണ് ഇപ്പോൾ അമേരിക്ക ഉള്ളത്, അവർക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഹൂത്തികൾ യുദ്ധത്തിന് തയ്യാറാകുന്നു. ഹൂത്തികൾ യുദ്ധത്തിന് തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ചെങ്കടൽ അവിടെ ബ്ലോക്കായി എന്നാണ് അർത്ഥം. ഇറാൻ്റെ കടൽ അവിടെ ബ്ലോക്കാവുന്നു, യമൻ്റെ കടൽ ഇവിടെ ബ്ലോക്കാവുന്നു. അപ്പോൾ ഹോർമൂസ് ബ്ലോക്കായി, ചെങ്കടലും ബ്ലോക്കായി കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു സ്ഥിതി തന്നെയായിരിക്കും ലോകത്തിൻ്റെ അവസ്ഥ എന്ന് വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിനിടയിൽ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം.